ഹായ്, ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. നിങ്ങൾ ഇതേവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണോ? യാതൊരു തരത്തിലൊരു എക്സസൈസും ചെയ്തിട്ടില്ല, പക്ഷേ എക്സസൈസ് റൂട്ടീനിലോട്ട് കിടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എന്നാൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആണിത്. നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 5 ദിവസത്തേക്ക്, ആഴ്ചയിൽ 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് പ്ലാനാണ്. ഇതിൽ നമ്മൾ ഭയങ്കര ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊന്നും ഷെയർ ചെയ്തില്ല. നമുക്ക് ഈ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരു ബിഗിനർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ 5 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസവും വീഡിയോ ഇടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസം എക്സസൈസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആപ്സിന് വേണ്ടിയുള്ള എക്സസൈസ് ആയിരിക്കും, നാളെ ആംസിന് വേണ്ടിയിരിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും ഓരോ ദിവസം എക്സസൈസ് ചെയ്യുന്നത്. ലാസ്റ്റ് ദിവസം നമ്മൾ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ഇടും. ഓരോ എക്സസൈസും, ഓരോ ദിവസത്തെ എക്സസൈസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ 3 എക്സസൈസേ കാണത്തുള്ളൂ, ചില ദിവസങ്ങളിൽ 5 എക്സസൈസ് കാണും, ചില ദിവസങ്ങളിൽ 10 എക്സസൈസ് കാണും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ എക്സസൈസും 1 മിനിറ്റ് ചെയ്തതിന് ശേഷം 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കാം, പിന്നെ അടുത്ത എക്സസൈസ് ചെയ്യുക, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്ന ആ എക്സസൈസുകളെല്ലാം നിങ്ങൾ ചെയ്തതിന് ശേഷം ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ആ സർക്യൂട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു മിനിമം 15 മിനിറ്റും മാക്സിമം ഒരു ഹാഫ് ആൻ അവറോ 45 മിനിറ്റ്സോ നിങ്ങൾക്ക് എന്തോരം ടൈം അവൈലബിൾ ആയിട്ടുണ്ടോ അത്രയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഞാൻ എക്സസൈസുകളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്ന് ഡേ 1 വർക്കൗട്ടിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡേ 1 വർക്കൗട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗ്ലൂട്ട്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. നമ്മൾ ഗ്ലൂട്ട്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സസൈസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. 6 എക്സസൈസുകളാണ് ഇന്നത്തെ ഡേ 1-ലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഓരോ എക്സസൈസും ചെയ്യുക, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക, സർക്യൂട്ട് കഴിയുമ്പോൾ ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വീണ്ടും സർക്യൂട്ട് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു മിനിമം 15 മിനിറ്റ്സ്. ഇനി വേറൊരു കാര്യം, ഇതിപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയാണ് നിങ്ങൾ ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സസൈസ് മാത്രം പോരാ, ഫുഡ് ശരിക്കും നോക്കണം. ഒരു 20% എക്സസൈസ് ഉള്ളൂ, ബാക്കി 80% നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വെയിറ്റ് ലോസ് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വെയിറ്റ് ലോസ് ആണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ചെയ്താലും വണ്ണമൊക്കെ കുറയാം, പക്ഷേ ഫുഡ് ശരിക്കും നോക്കണം. ഫുഡ് ശരിക്കും നോക്കാതെ കാര്യമില്ല. ഇനിയിപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ചുമ്മാ എക്സസൈസ് റൂട്ടിലോട്ടൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ചുമ്മാ ചവറ് പോലെ എന്താ പറയുക അൺഹെൽത്തി ആയിട്ടുള്ളതൊന്നും കഴിച്ചിട്ട് ഈ എക്സസൈസ് ഒന്നും ചെയ്താൽ അങ്ങനെ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ സാവധാനം ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് ഫോളോ ചെയ്യുക, ഈ എക്സസൈസുകളും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ 1 എക്സസൈസിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ലഞ്ചസ് ആണ്. അതായത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇതിനു മുന്നത്തെ വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർവേഡ് ലഞ്ചസ് കാണിച്ചിട്ടുണ്ട്, അതായത് ഇത്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഗ്ലൂട്ട്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് അല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ബാക്ക്വേർഡ് ലഞ്ചസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു 1 മിനിറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് വോൾ സിറ്റ് ആണ്. നമ്മൾ ഈ എക്സസൈസ് നമ്മുടെ ഏതോ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് അടിപൊളി ബെനിഫിറ്റ്സ് ഉള്ള എക്സസൈസാണ്. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഇത് ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വോളിൻ്റെ സപ്പോർട്ട് വേണം, അതായത് ചുമരിൻ്റെ സപ്പോർട്ട് വേണം. അതായത് നിങ്ങൾ ചുമരിൻ്റെ സപ്പോർട്ടോടുകൂടി ഇവിടെ ഇരിക്കുക, ഒരു എന്താ പറയുക ഒരു ഇമാജിനറി ചെയർ ഉണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കുക. ഈ വോളിൻ്റെ സപ്പോർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഒരു 1 മിനിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പാടായിരിക്കും, കാരണം 1 മിനിറ്റ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് കാല് വേദന എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എണീറ്റിക്കുക, അപ്പോൾ തന്നെ വീണ്ടും ഈ ഒരു പൊസിഷനിലോട്ട് വെക്കാം. അത് നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ എക്സസൈസ്. അപ്പോൾ ആദ്യത്തെ ബാക്ക്വേർഡ് ലഞ്ചസ് 1 മിനിറ്റ് ചെയ്യുക, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക, അത് കഴിഞ്ഞിട്ട് വോൾ സിറ്റ് ചെയ്യുക, 1 മിനിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മാറ്റിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. നമ്മുടെ ഹാൻഡ്സ് ഈ ഷോൾഡറിന് താഴെ തന്നെയായിട്ട് വരണേ, അതായത് ഇങ്ങനെയൊന്നും ആവരുത്, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ആദ്യം റൈറ്റ് ലെഗിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഗ് നന്നായിട്ട് റേസ് ചെയ്യുക, അതായത് ഇതിങ്ങനെ. അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക ഒരു പ്രഷർ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇനി ഈ എക്സസൈസ് ഒരു 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞോണം തന്നെ 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേ സെയിം എക്സസൈസ് തന്നെ
നമ്മുടെ ലെഫ്റ്റ് ലെഗിലും റിപ്പീറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ തന്നെ നിന്ന് ഹാൻഡ്സ് നിങ്ങളുടെ ഷോൾഡറിന് നേരെ തന്നെ സ്ട്രെച്ച് ചെയ്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഇനി നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ഇതുപോലെ റേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണേ ഇവിടെ ആ ഒരു പ്രഷർ. ഇതാണ് നമ്മുടെ 4ാമത്തെ എക്സസൈസ്. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ എക്സസൈസിലോട്ട് കിടക്കാം. 5ാമത്തെ എക്സസൈസും ഇതേ നേരത്തെ ഇപ്പം ചെയ്ത എക്സസൈസ് ചെയ്ത അതേ പൊസിഷനിൽ നിന്നിട്ടുള്ള എക്സസൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക, ഹാൻഡ്സ് സ്ട്രെയിറ്റ് ആണ്, അതായത് ഷോൾഡറിൻ്റെ താഴെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് റൈറ്റ് ലെഗിനുള്ള എക്സസൈസ് ചെയ്യാം. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ ആ ഒരു പ്രഷർ ഫീൽ ചെയ്യണം. ഇതൊരു 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ വരെയല്ല, നിങ്ങൾക്ക് ഇവിടെ ആ പ്രഷർ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാല് എത്രത്തോളം ഉയരത്തിൽ ഇങ്ങനെ റേസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ആ പ്രഷർ ഫീൽ ചെയ്യത്തുള്ളൂ. അതായത് ചുമ്മാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രഷർ ഫീൽ ചെയ്തില്ല. അതായത് ഇങ്ങനെ ഉയർത്തണം. ഇവിടെയും ഫീൽ ചെയ്യാം, ഇവിടെയും ഫീൽ ചെയ്യാം. ഓക്കെ, ഇതേ എക്സസൈസ് തന്നെ 1 മിനിറ്റ് ചെയ്യുക, 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗിന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ നിന്നിട്ട് ഷോൾഡർ സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ലെഫ്റ്റ് ലെഗ് റേസ് ചെയ്യാം. ഇത് 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതിന് ശേഷം 1 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഇപ്പം ചെയ്ത എക്സസൈസുകളെല്ലാം ഈ സർക്യൂട്ടെല്ലാം നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇനി ഈ 6 എക്സസൈസുകളും കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞോണം തന്നെ 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സർക്യൂട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ 15 മിനിറ്റ്സ് ചെയ്യണം മിനിമം. മാക്സിമം നിങ്ങൾക്ക് 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്യാം. ഇനി ഇത് കണ്ടില്ലേ, എന്ത് എളുപ്പമാണ്. ഇതത്ര ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ഒന്നും അല്ല. ഇത് നിങ്ങളെന്താ പറയുക, ചാടി മറിയോ അങ്ങനെയൊന്നും ചെയ്യണ്ട. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്താണെന്ന് അറിയാമോ, നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഓരോ വീഡിയോസ് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനലൈസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായത് വർക്കൗട്ട് വീഡിയോസിന് ആൾക്കാർക്ക് താല്പര്യമില്ല. കാരണം വർക്കൗട്ട് ചെയ്യാൻ മടി തന്നെ. അത് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക, വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ബോഡി ഷേപ്പ് ചെയ്യാം, അതിലൊക്കെ ഉപരി അല്ലാതെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ടാകും. അതായത് നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തിയൊക്കെ ഒത്തിരി കൂടും. അതായത് ഇപ്പോൾ പണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എന്താ പറയുക, എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് ജലദോഷം വരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് വരും, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് പനി വരുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് വരും. അങ്ങനത്തേക്കുള്ളൊരു കാറ്റഗറിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറേയും എന്താ മരുന്നുകളും ഗുളികളും വാങ്ങിച്ച് കഴിക്കാതെ ഇതുപോലത്തെ കൊച്ചു സാധനങ്ങൾ, കൊച്ചു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുക. അതായത് എക്സസൈസുകൾ സ്ഥിരമായിട്ട് കൊണ്ടുവരിക, സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുതെന്നല്ല, കഴിക്കാം, അതൊക്കെ ടേസ്റ്റ് ചെയ്യണം. നമുക്ക് എപ്പോഴും കഴിക്കരുതല്ലോ, ഇടയ്ക്കൊക്കെ കഴിക്കുക. അങ്ങനെ ഈ കൊച്ചു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡോക്ടറെ കാണാനോ അങ്ങനത്തെ മരുന്നതൊന്നും കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഞാൻ ഈ എക്സസൈസുകളുടെ എല്ലാം പേര് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓർഡറൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.